വയനാട് നീലഗിരി മായാർ റോഡിൽ കടുവ റോഡ് മുറിച്ചു കടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങൾ പുറത്ത് വിനോദസഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വിവരങ്ങളുമായി ജോഷില ചേരുന്നുണ്ട്. ജോഷില, ഇപ്പോൾ കടുവയുടെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതൊരു ജനവാസ മേഖലയാണോ? എങ്ങനെയാണ് വിവരങ്ങൾ? നീലഗിരി മായാർ റോഡിലാണ് കടുവയെ കണ്ടെത്തിയത്. റോഡ് മുറിച്ചു കടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങൾ സഞ്ചാരികളാണ് പകർത്തി പുറത്തുവിട്ടിരിക്കുന്നത്. വിനോദസഞ്ചാരികളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ മേഖലയിൽ കടുവയുടെ സഞ്ചാരം വർദ്ധിച്ചതായുള്ള പരാതികളും ഉയർന്നിട്ടുണ്ട്. നേരത്തെ ഒരാളെ ആക്രമിച്ച ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഭാഗങ്ങൾ, നീലഗിരി ഭാഗങ്ങളിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം യഥേഷ്ടം കടുവ വിഹരിക്കുന്ന കേന്ദ്രമായി മാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ജോഷില, ഇതൊരു ജനവാസ മേഖലയാണോ? എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ജനവാസ മേഖലയല്ല ഇത്. സഞ്ചാരികൾ, അതായത് ഇവിടേക്ക് നീലഗിരി ഭാഗങ്ങളിലേക്ക് പോകുന്ന ഒരു കാടിന്റെ മധ്യത്തിലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത്. എന്തായാലും ജനവാസ മേഖലയല്ല, വിനോദസഞ്ചാരികളാണ് ഇത്തരത്തിൽ റോഡ് മുറിച്ചു കടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. ശ്രീനിധി, വയനാട് നീലഗിരി മായാർ റോഡിലെ കടുവ റോഡ് മുറിച്ചു കടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിനോദസഞ്ചാരികളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ഇപ്പോൾ കടുവയുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വിനോദസഞ്ചാരികളാണ് പകർത്തിയത്. എങ്കിലും ഇത് ജനവാസ മേഖലയല്ല എങ്കിൽ പോലും കടുവ ഇത് സ്ഥിരമായി സഞ്ചരിക്കുന്ന സ്ഥലമാണ് എന്നാണ് ജോഷില പറയുന്നത്. നേരത്തെയും ഈ സ്ഥലത്ത് കടുവ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ജോഷിലയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.